ദൽ തടാകത്തിന് നടുവിലാണ്, നേരത്തെ പറഞ്ഞ പോലെയുള്ള ഷിക്കാരയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഷിക്കാരയ്ക്ക് ശരിക്കും ഇതൊരു അലങ്കരിച്ച വള്ളം അത്രയേ ഉള്ളൂ. പക്ഷേ ഇരിക്കാനായി കുഷനും, ചാരിയിരിക്കാൻ കുഷനും ഇതൊക്കെയുണ്ട്. പല വിധത്തിൽ അലങ്കരിച്ച ഷിക്കാരകളാണ് ഇവിടെ ഈ തടാകത്തിലാകെ ഒഴുകി നടക്കുന്നത്. ഇതിന് മേൽക്കൂരയുണ്ട്. ഇതിപ്പോൾ വെളിച്ചം ശരിക്ക് കിട്ടാനായിട്ട് ഇതിന്റെ മേൽക്കൂര നമ്മുടെ ഫയാസ് എടുത്ത് മാറ്റിയിരിക്കണം. ഫയാസ് ഭായ്, ആപ് कौन कौन मूवी पे था? कौन सा मूवी था? हाँ, जब तक है जान, ഷാരൂഖ് ഖാൻ. ഇതേ ഷിക്കാരയിൽ നമ്മളെ തുഴഞ്ഞുകൊണ്ട് പോകുന്ന ഫയാസ് ജബ് തക് ഹെ ജാൻ എന്ന് പറയുന്ന ഷാരൂഖ് ഖാന്റെ സിനിമയിൽ ഇതുപോലെ ഷൂട്ടിങ്ങിൽ ഷിക്കാര ഓടിച്ചു നടന്നയാളാണ്. നമുക്കറിയാം, ഈ ദൽ തടാകം എന്ന് പറയുമ്പോൾ ആദ്യകാലത്തൊക്കെ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഓടി വരുന്നത് ഹിന്ദി സിനിമകളാണ്. 60കളിലും 70കളിലെയും ഹിന്ദി സിനിമകൾ ആണ്. ഇപ്പോൾ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ കീർത്തി ചക്രയിലെ ഗാനരംഗങ്ങളുണ്ട്. ഈ ചാന്ദ് സെ റോഷൻ ചെഹ്റ എന്ന് പറഞ്ഞ ഷമ്മി കപൂർ ഈ പൂക്കളുമായി വരുന്ന ഷിക്കാരയിൽ ഉള്ള നായികയെ പ്രേമിക്കുന്ന രംഗങ്ങളുമൊക്കെ ഇവിടെ നിന്നാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ കശ്മീർ അതിൻ്റെ പൂർവ്വ പ്രതാപത്തിലേക്ക് മടങ്ങുന്നു. ആ കാഴ്ചകളാണ്. വിനോദസഞ്ചാരം റെക്കോർഡിലേക്ക്, അതായത് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് ഉണ്ടാകും എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച ഈ ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ വക്താവ് യാക്കൂബ് ഡുനു പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം ചില പ്രധാനപ്പെട്ട കശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. സോൻമാർഗ്, പെഹൽഗാം, അതുപോലെ ഗുൽമാർഗ് ഒക്കെയുണ്ട്. അതിൽ സോൻമാർഗിൽ നിന്നുള്ള കാഴ്ചകൾ ന്യൂസ് 18 കേരളം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഡിജിറ്റൽ വീഡിയോ ആയി നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയും.